അദ്ദേഹം നന്നായി ചെയ്തു, അദ്ദേഹത്തിന്റെ കർത്തവ്യം. പക്ഷെ ഞാൻ പറഞ്ഞത് സഭാകമ്പത്തെ നമ്മൾ അതിജയിക്കുന്നത് 2 മിനിറ്റ്സിലാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആ 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളായി മാറണം. ബി യുവർ സെൽഫ് ആഫ്റ്റർ 2 മിനിറ്റ്സ്. ഫസ്റ്റ് 2 മിനിറ്റ്സ് നമ്മളല്ല. വലിഞ്ഞു മുറുകിയ മുഖവുമായി ആളുകളെ നോക്കുന്നു. 10 പേരുണ്ടെങ്കിൽ 20 കണ്ണുകൾ നമ്മളെ തുറിച്ചു നോക്കുന്നു. ഈ തുറിച്ചു നോക്കുന്ന കണ്ണുകളെ നോക്കി ദൈവമേ ഞാൻ എന്ത് പറയുമെന്ന് സ്വയം ചോദിക്കുന്നു. ഒന്നും പറയാനുണ്ടെങ്കിലും ഒന്നും പറയാൻ പുറത്തേക്ക് വരില്ല. അവിടെ നമ്മൾ പറയുന്നു, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഈ ചടങ്ങിന് എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു, നന്ദി നമസ്കാരവും. സാത്താനെ കണ്ട പോലെ, പിശാചിനെ കണ്ട പോലെ എന്തോ ഭയപ്പെട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു, നന്ദി നമസ്കാരം. മരിച്ചു വിട്ടു പോയ പോലെ. നിങ്ങൾ എത്ര സുന്ദരനാണ്, നിങ്ങൾ എത്ര സുന്ദരിയാണ്. ആ സൗന്ദര്യം എന്തുകൊണ്ടാണ് മുഖത്ത് വരാത്തെ? വലിഞ്ഞു മുറുകിയ മുഖം എങ്ങനെയാ ഉണ്ടായത്? നമ്മൾ ആദ്യം വിശ്വസിച്ചു പ്രസംഗമാണ് വരാൻ പോകുന്നത്, അടുത്തത് എൻ്റെ പേര് വിളിക്കും, ദൈവമേ ഞാൻ എന്ത് പറയും. സഭാകമ്പം നമ്പർ 1, ഞാൻ എന്ത് പറയും. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അത്, ഞാൻ എന്ത് പറയും അല്ലേ? എന്താ ഞാൻ പറയാ? അവരൊക്കെ ഉണ്ടല്ലോ അവിടെ, മന്ത്രി എവിടെ ഇരിക്കുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ ഞാൻ എന്താ പറയാ? മനസ്സിങ്ങോട്ട് ചോദിക്കും, നീ എന്താ പറയാ? ഉത്തരമില്ല. എന്ത് പറയുന്നതാണ് നമ്മൾ ആശങ്ക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുന്നു, അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുമ്പോഴേക്ക് ഈ പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, പറയാൻ വെച്ച ബാക്കി കാര്യങ്ങളൂടെ അലിഞ്ഞില്ലാതായി, അത് ആവിയായി പോയി. അതുകൊണ്ട് അവസാനത്തെ വാക്കെന്താ? ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നന്ദി നമസ്കാരം. പിന്നെ അവിടെ പോയിരുന്നാൽ നമ്മൾ പഴയ ആളായി മാറി. അവിടെ പോയിരിക്കുമ്പോൾ നമ്മൾ ആ പഴയ ആളായി മാറി. ആ ചിരിച്ച് കളിച്ചിരുന്ന ആള് തിരികെ വന്നു. ഈ ഇടവേളയിൽ പലതും സംഭവിക്കുന്നുണ്ട്. അവിടെയാണ് സഭാകമ്പത്തെ മറികടക്കും. സത്യത്തിൽ സഭാകമ്പത്തിന്റെ നിർവചനം കൂടെ ഞാൻ പറയാം, ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല. സഭാകമ്പം എന്ന് പറഞ്ഞാൽ സദസ്സിനെ കാണുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന പരിഭ്രമം, പേടി, വിറയലൊക്കെ ഉണ്ട്. ഇതൊക്കെ സഭാകമ്പത്തിന്റെ നിർവചനം. 4 ആളെ കാണുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പരിഭ്രമം, പേടി, വിറയൽ, ആശങ്ക, ഇതൊക്കെയാണ് അതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ.